ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിതാ ഈ എടുത്തിരിക്കുന്നത് ഫ്രോസൺ ബീഫാണ്. ഫ്രോസൺ ബീഫ് എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് ഫ്രോസൺ ആയിട്ട് വാങ്ങിയതല്ല. നമ്മൾ നോർമലി ബീഫ് വാങ്ങുന്നു. അപ്പം നമ്മൾ രണ്ട് പേരൊക്കെ ആണെങ്കിൽ മൊത്തത്തിലെടുത്തിട്ട് കറി വെക്കുന്നത് പോസിബിൾ അല്ല. അപ്പം നമ്മൾ എന്താക്കുന്നു വെച്ചാൽ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് മസാലയൊക്കെ പുരട്ടി നമ്മൾ ഓരോ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ നമ്മൾ ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് കറി വെച്ചാൽ മതി. അങ്ങനെ നമുക്ക് ഒരാഴ്ച കൂടുതലൊക്കെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അത്യാവശ്യം ബീഫ് അങ്ങനെ കേടാവില്ല, ഒരു ചീത്ത ചൊവയൊന്നും വരില്ല, നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഇരിക്കും ബീഫ്. അപ്പം നമ്മളിപ്പോൾ അങ്ങനെയാണ് യൂസ് ചെയ്യാറ്. ഗൾഫിലൊക്കെ വന്നപ്പോഴുള്ള മാറ്റങ്ങൾ ഗൈസ്. അങ്ങനെ നമ്മളിത് സവോളയും അത്യാവശ്യം പച്ചമുളകും എല്ലാ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴയ്ക്കുകയാണ് നമ്മുടെ ബീഫ്. ഓൾറെഡി കുറച്ച് മസാല ഉണ്ട്, അപ്പം ഒരുപാട് മസാല ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ ഒരു ഉപ്പേരി വെക്കുന്നുണ്ട്. പച്ചക്കായ വെച്ചിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത്. പച്ചക്കായ, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് സവോള, പച്ചമുളക് ഇതൊക്കെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് എല്ലാവരും ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മളും ഉപ്പേരി ഉണ്ടാക്കുന്നു. എല്ലാ സ്ഥലത്തേക്കും ഉപ്പേരി എന്നല്ല പറയുക, ചില സ്ഥലങ്ങളിലേക്ക് തോരൻ എന്ന് പറയും കേട്ടോ. നമ്മളെ കോഴിക്കോട്ടുകാർ, നമ്മുടെ കൊയിലാണ്ടിക്കാരൊക്കെ ഉപ്പേരി എന്നാണ് പറയുക. അപ്പം ഉപ്പേരിക്ക് വേറെ എന്തെങ്കിലും പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. പിന്നെ നമ്മളിത് ഉപ്പേരി തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ തിരിച്ചു വന്നു കേട്ടോ. നാട്ടിൽ നല്ല മഴയായിരുന്നു. അപ്പം നാട്ടിലെ മഴയിൽ നിന്ന് നമ്മൾ നല്ല പൊരിഞ്ഞ ചൂടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ തിരിച്ചെത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ ബീഫ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഫിഷും നമ്മൾ നന്നായിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ നെയ്യൊക്കെ ചേർത്ത് കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് നമ്മുടെ ബീഫ് ഒന്നുകൂടെ ഒന്ന് വരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നും വറ്റിച്ചില്ല, ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുത്തു. പിന്നെ നമ്മൾ ചോറിന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ചോറ് കഴിച്ചിട്ട് വരാം. ബൈ.